വയനാട് കൊള്ളിമൂലയിൽ ആദിവാസികളുടെ കുടിലുകൾ പൊളിച്ച സംഭവത്തിൽ നടപടി. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ പി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. ആവശ്യമായ ജാഗ്രത പുലർത്താതെയാണ് ആദിവാസി കുടുംബങ്ങളുടെ കുടിലുകൾ പൊളിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വനം മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപ്പെട്ടി റേഞ്ചിലെ ബേഗൂർ വനത്തിനോട് ചേർന്നുള്ള കൊള്ളിമൂല ആദിവാസി സെറ്റിൽമെന്റിലെ 3 വീടുകളാണ് വനം വകുപ്പ് പൊളിച്ചത്. പട്ടാപ്പകൽ പോലും കാട്ടാനകൾ വിഹരിക്കുന്ന പ്രദേശത്ത് ഇന്നലെ രാത്രി 7:45 സംഭവം. തുടർന്ന് ഗർഭിണികളും കുട്ടികളും അടങ്ങിയ കുടുംബം പുലരുവോളം വനത്തിൽ കഴിഞ്ഞു. മന്ത്രി OR കേളുവിന്റെ പഞ്ചായത്തിൽ 16 വർഷമായി കുടിൽ കെട്ടി കഴിയുന്നവരെയാണ് പെരുവഴിയിലാക്കിയത്. പണം ഞങ്ങൾ തരും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പില്ലാതെയാണ് കുടിലുകൾ മാറ്റിയത്. തുടർന്ന് ഭക്ഷണപാത്രങ്ങൾ വലിച്ചെറിഞ്ഞു. ആദിവാസികൾ എതിർത്തെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് ടി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ആദിവാസികളെ അണിനിരത്തി കോൺഗ്രസ് തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധം കനത്തതോടെ DFOയുമായി നടത്തിയ ചർച്ചയിൽ ആദിവാസികളെ വനം വകുപ്പിന്റെ ഡോർമെട്രിയിലേക്ക് മാറ്റി. പൊളിച്ച വീടുകൾ വീണ്ടും നിർമ്മിക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. ആദിവാസികളെ ബലമായി ഒഴിപ്പിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുന്നറിയിപ്പില്ലാതെയാണ് വയനാട് കൊല്ലിമൂലി ആദിവാസി കുടിലുകൾ പൊളിച്ചു നീക്കിയത്. ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയാണ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ഉത്തരവിറക്കിയതും. സസ്പെൻഷൻ ഉൾപ്പെടെ ആവശ്യമായ കർശന നടപടി സ്വീകരിക്കാൻ ഇന്നലെ വനം മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയത് പ്രകാരമാണ് സസ്പെൻഷൻ ഉണ്ടായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അനധികൃതമെന്ന് ആരോപിച്ചാണ് 16 വർഷമായി 3 കുടുംബങ്ങൾ കഴിയുന്ന കുടിലുകൾ പൊളിച്ചു മാറ്റിയത്. മറ്റൊരു താമസ സ്ഥലം ഏർപ്പെടുത്താതെയാണ് കുടിലുകൾ പൊളിച്ചതെന്ന് ആദിവാസികൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന് പിന്നാലെ ഭക്ഷണം പോലും കഴിക്കാനാകാതെ കുഞ്ഞുങ്ങളടക്കം രാത്രി കഴിച്ചുകൂട്ടിയത് ആനയിറങ്ങുന്ന മേഖലയിലായിരുന്നു. പഞ്ചായത്തിൽ വീട് ലഭിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനിടയിലാണ് വനം വകുപ്പിന്റെ ഇങ്ങനെയൊരു നടപടി. ഏറെ നേരം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് ആദിവാസി കുടുംബത്തിനെ വനം വകുപ്പ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയതും. വീട് പണി പൂർത്തിയാക്കുന്നതുവരെ 3 കുടുംബങ്ങളെയും വാടകയില്ലാതെ ക്വാർട്ടേഴ്സിൽ താമസിപ്പിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.